നമസ്കാരം. സൂര്യനെക്കുറിച്ച് നമുക്കറിയാവുന്ന പലതുമുണ്ട്. അതിൽ ഭൂമിക്ക് വെളിച്ചം നൽകുന്നു, ചൂട് നൽകുന്നു, ജീവൻ നിലനിൽക്കാൻ അത്യാവശ്യമാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ച കാര്യങ്ങളുമാണ്. പക്ഷെ ഒരു ചെറിയ സത്യം നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മൾ ഇപ്പോൾ കാണുന്ന ആ സൂര്യപ്രകാശം അത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് പിറന്നത്? സൂര്യന്റെ ഹൃദയത്തിലേക്ക്, അതായത് കോർ ഭാഗത്തേക്കൊന്ന് യാത്ര ചെയ്യാം. അവിടെ സംഭവിക്കുന്നത് ഒരു സാധാരണ പ്രതികരണമല്ല. അവിടെ നടക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ആറ്റങ്ങൾ അത്യന്തം ഉയർന്ന ചൂടും മർദ്ദവും കാരണം തമ്മിൽ ചേർന്ന് ഹീലിയമായി മാറുന്നു. ഈ പ്രക്രിയയിൽ ചെറിയൊരു ഭാരം പോലും വൻതോതിൽ ഊർജ്ജമായി മാറുന്നു. ആ ഊർജ്ജമാണ് പിന്നീട് നമ്മൾ പ്രകാശമായും ചൂടായും അനുഭവിക്കുന്നത്. ഈ ഊർജ്ജം ആദ്യം രൂപപ്പെടുന്നത് ഫോട്ടോണുകളായാണ്, അതായത് പ്രകാശ കണങ്ങൾ. ഇതാണ് കഥയുടെ തുടക്കം. സൂര്യന്റെ ഉള്ളിൽ ഒരു ശൂന്യ സ്ഥലമില്ല. അവിടെ മുഴുവൻ പ്ലാസ്മയാണ്, അതായത് വൈദ്യുതി ചാർജുള്ള കണങ്ങൾ നിറഞ്ഞ അവസ്ഥ. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്യന്തം സാന്ദ്രമായ ലോകം. ഒരു പ്രോട്ടോൺ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അതിന് നേരെയുള്ള പാതയിലൂടെ പോകാൻ കഴിയില്ല. ഓരോ നിമിഷവും അത് മറ്റൊരു കണവുമായി ഇടിക്കും. ഒരു ഇടിക്ക് ശേഷം അത് മറ്റൊരു ദിശയിലേക്ക് തിരിയും. പിന്നെ വീണ്ടും മുന്നോട്ട്, വീണ്ടും ഇടികൾ, വീണ്ടും ദിശമാറ്റം. ഇത് നമ്മൾ റാൻഡം വോക്ക് എന്ന് വിളിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഒട്ടേറെ തവണ ദിശ മാറി മാത്രമേ അത് പുറത്തേക്ക് എത്തൂ. അതുപോലെ തന്നെയാണ് ഫോട്ടോണുകളുടെ യാത്രയും. ഒരു ഫോട്ടോൺ സൂര്യന്റെ കോറിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങുമ്പോൾ അതിന് ഓരോ സെന്റിമീറ്ററുകളും ആയിരക്കണക്കിന് ഇടികൾ സംഭവിക്കും. ഇത് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു വർഷം എന്നിങ്ങനെ തീരുന്ന ഒരു യാത്രയല്ല. ഈ ചെറിയ ദൂരം കടക്കാൻ പോലും അതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ചില കണക്കുകൾ പ്രകാരം 10,000 വർഷം മുതൽ 1,70,000 വർഷം വരെ നീളം. അതായത് ഒരു ഫോട്ടോൺ സൂര്യന്റെ ഉള്ളിൽ പിറന്നിട്ട് പുറത്തെത്താൻ തന്നെ ഒരു ചെറിയ ജീവിതകാലം പോലെ സമയം ചെലവഴിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫോട്ടോൺ നേരെ പോയിരുന്നെങ്കിൽ അത് വളരെ വേഗത്തിൽ പുറത്തേക്ക് എത്തുമായിരുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ സാന്ദ്രമായ പ്ലാസ്മ അതിനെ അങ്ങനെ പോകാൻ അനുവദിക്കത്തില്ല. ഓരോ ഇടിയും അതിന്റെ ദിശ മാറ്റും. അതുകൊണ്ട് അത് ഒരുപാട് ദൂരം ചുറ്റി ചുറ്റി വഴിതെറ്റി ഒടുവിൽ മാത്രമാണ് ഉപരിതലത്തിലേക്ക് എത്തുന്നത്. ഈ യാത്ര ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തോടും താരതമ്യം ചെയ്യാം. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നേരെ എത്താൻ കഴിയാത്ത അവസ്ഥകൾ പലതും ഉണ്ടാകാം. വഴിതെറ്റും, വഴിത്തിരിവുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, വൈകല്യങ്ങളുണ്ടാകും. എല്ലാം മറികടന്ന് ഒടുവിൽ മാത്രമാണ് ലക്ഷ്യത്തിലെത്തുന്നത്. ഫോട്ടോണുകളുടെ യാത്രയും അതുപോലെ തന്നെയാണ്. നേരെയല്ല, പക്ഷേ അവസാനത്തിൽ ലക്ഷ്യമെത്തുന്ന ഒരു ദീർഘയാത്ര. ഇങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ഫോട്ടോൺ സൂര്യന്റെ ഉപരിതലമായ ഫോട്ടോസ്ഫിയറിൽ എത്തിച്ചേരുന്നു. ഇവിടെ നിന്നാണ് അതിന്റെ യാത്രയുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. ഇതുവരെ അത് കുഴപ്പമുള്ള, തടസ്സങ്ങളുള്ള യാത്രയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറുന്നു. സൂര്യന്റെ പുറത്ത് ബഹിരാകാശം കൂടുതലായും ശൂന്യമാണ്. അവിടെ ഫോട്ടോണുകൾക്ക് ഇടിക്കാൻ ഒന്നുമില്ല. അതിനാൽ അവയ്ക്ക് ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും. ഇവിടെ അവർ അവരുടെ പരമാവധി വേഗത്തിൽ, പ്രകാശ വേഗത്തിൽ യാത്ര തുടങ്ങുന്നു. പ്രകാശത്തിന്റെ വേഗം ഏകദേശം സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ ആണ്. ഇത് മനുഷ്യൻ സൃഷ്ടിച്ച ഏതൊരു വേഗത്തെക്കാളും അത്യന്തം വേഗമാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഈ ദൂരം മറികടക്കാൻ ഫോട്ടോണിന് വേണ്ടത് വെറും 8 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. സൂര്യന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്ത ഫോട്ടോൺ പുറത്തു വന്ന ശേഷം ഭൂമിയിലേക്ക് എത്താൻ വെറും 8 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ തിരിച്ചറിവ് നമ്മളെ തേടിയെത്തും. നമ്മളിപ്പോൾ കാണുന്ന സൂര്യപ്രകാശം അത് യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല പിറന്നത്. അത് വളരെ പഴയതാണ്. സൂര്യന്റെ ഉള്ളിൽ വളരെ കാലം മുമ്പ് ജനിച്ച ഊർജ്ജമാണ് അത്. അതായത് നമ്മൾ രാവിലെ സൂര്യോദയം കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ സംഭവമല്ല. ഒരു പഴയ കഥയുടെ അവസാന ഭാഗമാണ്. ഇതിനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ സൂര്യൻ നമ്മളിലേക്ക് വെളിച്ചം മാത്രമല്ല അയക്കുന്നത്, അതെൻ്റെ പഴയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഓരോ ഫോട്ടോണും ഓരോ കഥയാണ്. അതിൻ്റെ ജനനം, അതിൻ്റെ കഷ്ടപ്പാടുകൾ, അതിൻ്റെ യാത്ര എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥ. ശാസ്ത്രം നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള സത്യങ്ങളിലൂടെയാണ്. ഒരു സാധാരണ കാര്യത്തിന് പിന്നിൽ എത്ര വലിയ പ്രക്രിയകൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളൊരു ചെറിയ കാര്യമായി കാണുന്ന സൂര്യപ്രകാശം യഥാർത്ഥത്തിൽ ഒരു മഹത്തായ കോസ്മിക് യാത്രയുടെ ഫലമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ലഭിക്കുന്ന സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ അറിവുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സത്യം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുമായിരുന്നില്ല. ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങളും കണക്കുകളും പരീക്ഷണങ്ങളും ചേർന്നാണ് നമുക്ക് ഈ അറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് സൂര്യനെ നോക്കുമ്പോൾ ഇനി ഒരു ചെറിയ വ്യത്യാസം തോന്നും. അത് വെറും ഒരു തീപ്പന്തമല്ല, മറിച്ച് അത്യന്തം സങ്കീർണമായ, അത്ഭുതകരമായ സംവിധാനമാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രക്രിയയും നമ്മുടെ ജീവിതത്തോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുഖത്ത് പതിക്കുന്ന സൂര്യപ്രകാശം അത് ഇന്ന് പിറന്നതല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു യാത്രയുടെ അവസാനമാണത്. അതാണ് സൂര്യൻ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി മാറുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.